ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രേഡിംഗ് പില്ലേഴ്സ്, അതായത് ട്രേഡിങ്ങിൻ്റെ തൂണായിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ ട്രേഡിംഗ് എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പില്ലേഴ്സായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട, അതായത് പില്ലേഴ്സായിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതെന്താണ് സംഭവം, അത് 1 by 1 ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, അതായത് ട്രേഡിംഗ് പില്ലേഴ്സ്. ഓക്കെ, ഇപ്പോൾ മേജർലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ട്രേഡിങ്ങിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഓക്കെ, ഒരു ഗുഡ് സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ ഒരുപാട് നമുക്ക് നല്ല നല്ല ട്രേഡ്സ് കിട്ടും, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ കാര്യമാണ് സൈക്കോളജി. ഇപ്പോൾ സൈക്കോളജി, സ്ട്രാറ്റജി, ഇത് രണ്ടും പെർഫെക്റ്റ് ആയാൽ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി നമ്മുടെ ട്രേഡേഴ്സിൻ്റെ, ഈവൻ ബിഗിനേഴ്സ് ആയിക്കോട്ടെ, മിഡിൽ സ്റ്റേജിലായിക്കോട്ടെ, ഇൻ്റർമീഡിയറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും ഗിവ് അപ്പ് ചെയ്യുന്നതും എല്ലാവരും ഡ്രോബാക്ക് ആവുന്നതും ഈ രണ്ട് സ്ട്രാറ്റജി കാരണമല്ല ഡ്രോബാക്ക് ആവുന്നത്. ഓക്കെ, സൈക്കോളജി എന്നുള്ളൊരു കാര്യം കൊണ്ട് ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. അതായത് സൈക്കോളജി നമുക്കൊരു വീക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ മറന്നു പോയിട്ട് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പില്ലേഴ്സിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട, അതിന് ഓപ്പോസിറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് വരുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് എന്ത്, ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഒരു നമ്പർ 1 പില്ലറാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ബിഗിനേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ എത്ര പൈസ വേണം, ട്രേഡ് നമുക്ക് ചെയ്യാൻ എത്ര വേണം, ഒരു 1 lakh വേണോ, 2 lakh വേണോ, 3 lakh വേണോ. ടെക്നിക്കലി ഒരു ബ്രോക്കറെ, ഓപ്ഷൻ ബൈയിങ് എന്നുള്ള രീതിയിൽ ബ്രോക്കർ റിക്വയർമെൻറ്റ് വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഒരു സ്റ്റോക്കിന്, അതായത് ഒരു പ്രീമിയത്തിൽ, ഓപ്ഷൻ പ്രീമിയത്തിൽ, ഞാനിപ്പോൾ സെൻസെക്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ ATM സ്ട്രൈക്കിൽ ഒരു പ്രീമിയം എനിക്കതിൽ ഒരു ക്വാണ്ടിറ്റിക്ക് കിടക്കുന്നത് 363 ആണെന്നുണ്ടെങ്കിൽ സെൻസെക്സിലെ മിനിമം ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 1 lot ആണ്. 1 lot = 20. അപ്പോൾ ഇത് × 20 എന്നുള്ളത് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ ആക്ച്വലി ആ ഒരു എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടായാൽ നമുക്ക് ട്രേഡ് എടുക്കാം. അത് ജസ്റ്റ് ടു എക്സിക്യൂട്ട് ദ ട്രേഡ്. അപ്പം അക്കൗണ്ടിൽ ട്രേഡ് ആക്റ്റീവ് ചെയ്യാൻ ഈ ഒരു എമൗണ്ട് നമുക്ക് ധാരാളമാണ്. അപ്പോൾ അത് പറയും, ഇത് വെച്ചാണല്ലോ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും വരും. ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ എമൗണ്ട് മതി. പക്ഷേ അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. അതായത് പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ സംഭവിക്കുന്നൊരു കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് വരുന്ന കാര്യമാണ്, നമ്മൾ പ്രോഫിറ്റ് പാർട്ട് മാത്രമാണ് മാർക്കറ്റിൽ എപ്പോഴും തിങ്ക് ചെയ്യുക. നോട്ട് അറ്റ് ഓൾ. പ്രോഫിറ്റ് പാർട്ടിനെക്കാട്ടും കൂടുതൽ നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അതിനെ മാനേജ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലോസ് പാർട്ട്. അപ്പോൾ ആ ഒരു ലോസ് പാർട്ട് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അറിയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്രയും കാലമായിട്ട്. ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ, ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലൊരു 1 lakh ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 3% മാക്സിമം റിസ്ക് ഞാനൊരു ഡെയിലി എടുക്കത്തുള്ളൂ. ഓക്കെ, 3% ആണ് ഞാൻ മാക്സിമം റിസ്ക് എടുക്കുക. ഓക്കെ, ഇനി അഥവാ ഞാൻ ഒരു കംപ്ലീറ്റ് റോള് ഞാനൊരു 2, 3, 4, 5 days ഞാൻ ലോസ് അടിച്ചെന്ന് വെച്ചോ. ഓക്കെ, 4-5 days ഞാൻ ലോസ് അടിച്ചു. എൻ്റെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് -20% ആയി. അപ്പോൾ ഞാൻ എൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, അതായത് ആ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 3% ഞാൻ ഗ്രാബ് ചെയ്യാൻ നോക്കും. അതായത് എനിക്കിപ്പോൾ 18K സംതിങ് ആണ് എൻ്റെ ക്യാപിറ്റൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3K ഞാൻ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ടി വരും. ഈ 1 lakh ഞാൻ ട്രേഡ് ചെയ്യുന്ന എൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മേ ബി 14 ക്വാണ്ടിറ്റി ആയിരിക്കും ഇതിൽ സെൻസെക്സിൽ. ഈവൻ ബാങ്ക് നിഫ്റ്റിയിലാകുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ആവും, നിഫ്റ്റിയിലാകുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ആവും. അപ്പോൾ എൻ്റെ മാസ്റ്റർ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റലിൽ 3% ആണ് ഞാൻ എപ്പോഴും സ്ട്രിക്ട്ലി ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി പ്രോബ്ലംസ് ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഒരു 1 lakh വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, ഇപ്പോൾ 20, ഞാൻ പറഞ്ഞ പോലെ 3% നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റിയൊരു ക്വാണ്ടിറ്റി വെച്ച്
അതായത് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാപിറ്റലും വെച്ച് നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ എൻ്റെ അടുത്ത് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്തിനാണ് ഫിയർ ചെയ്യേണ്ട ആവശ്യം, അതിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ മോർ ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് എടുക്കാം. അവിടെയാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് മാർക്കറ്റിൽ നമുക്ക് സംഭവിക്കുക. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ആ 3% റൂള് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ റൂളാണ്. അതായത് മാർക്കറ്റിൽ എന്ത് ചെയ്യും, അഥവാ നമുക്ക് ഡ്രോബാക്സ് വരുമ്പോൾ നമുക്ക് ലോസസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു മാസ്റ്റർ റൂൾ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ 2% കീപ്പ് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാർ 1% കീപ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ റിസ്ക് റിവാർഡ് പറഞ്ഞാൽ മേ ബി 1:1.3 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് ഫിറ്റായിട്ടുള്ളൊരു റിസ്ക് റിവാർഡാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. ഒരിക്കലും ഞാൻ 1:5 അല്ലെങ്കിൽ 1:4 അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ഒരാളല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 3% ഞാൻ ഡെയിലി റിസ്ക് എടുക്കുക. അഥവാ കംപ്ലീറ്റ് ഒരു ലോ സ്ട്രീക്ക് എനിക്ക് വന്നു, ഒരു 4 to 5 days കണ്ടിന്യൂസ് ലോ സ്ട്രീക്ക് വന്നു, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് എനിക്ക് ലോ സ്ട്രീക്ക് വന്നെന്ന് വെച്ചോ, എൻ്റെ ക്യാപിറ്റൽ -20% ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി കുറയ്ക്കും. എന്നിട്ട് കറൻ്റ് ഉള്ള ക്വാണ്ടിറ്റിയിലോട്ട് അതിൻ്റെ 3% എനിക്ക് റിസ്ക് കാൽക്കുലേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, മാർക്കറ്റിൽ ട്രേഡ് എടുക്കും. അപ്പോൾ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും, ഉള്ള കറണ്ട് ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും. പിന്നെ എപ്പോഴാണോ മാർക്കറ്റിൽ നമ്മൾ ആ ഒരു ക്യാപിറ്റൽ അച്ചീവ് ചെയ്യുന്നത് ആ സമയത്ത് വീണ്ടും പഴയ ക്വാണ്ടിറ്റിയിലോട്ട് വരും. ഇത് ഞാൻ എന്താ വെച്ചാൽ പറയാൻ കാരണം, നമ്മൾ ഇത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മളിങ്ങനെ മാനേജ് ചെയ്ത് നമ്മളത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്കെയിലപ്പ് കണ്ടീഷനിലെത്തും. എപ്പോഴും ഈ ഒരു ക്വാണ്ടിറ്റിയിലെല്ലാം നമ്മൾ ഇരിക്കുക. അപ്പോൾ അവിടെയും നമുക്ക് ഇങ്ങനത്തെ ഡ്രോബാക്സ് വരും. ഒരിക്കലും വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആയാലും ഒരു മാസം വരെ ലോസിലാവുന്ന കണ്ടീഷനുണ്ട്, ഒരു മാസം കംപ്ലീറ്റ് P&L ലോസിലാവുന്ന കണ്ടീഷനുണ്ട്. അപ്പോൾ അവരൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്. അതായത് അവരെന്ത് ചെയ്യും, റിസ്ക് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അവർക്കൊരു ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാവും, ഒരു എനിക്കെടുക്കാൻ പറ്റുന്ന റിസ്ക് എന്നുള്ള രീതിയിൽ പെർസെൻറ്റേജ് വൈസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇവൻ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡാണെങ്കിലും അവരെ കയ്യിലെ ക്യാപിറ്റൽ തന്നെ വളരെ ഹ്യൂജ് ആണെന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റീസ് എടുത്ത് ഒരുപാട് ഹ്യൂജ് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ആക്ച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് മണി മാനേജ്മെൻറ്റ് നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ രീതിയിൽ കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും മോർ. ആൻഡ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3% ആണ്. ഓക്കെ, എൻ്റെ കയ്യിൽ 1 lakh ഉണ്ട്. 1 lakh ആണ് എൻ്റെ ക്യാപിറ്റൽ. അതായത് എൻ്റെ ഒരു ബ്രോക്കറിലിട്ടൊരു ക്യാപിറ്റൽ 1 lakh ആണ്. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ 3,000 rupees എനിക്ക് റിസ്ക് എടുക്കാം. ഓക്കെ, 3,000 rupees എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ്സ് എനിക്ക് പ്ലാൻ ചെയ്യാം. അതായത് എൻ്റെ SL ഇതിലോട്ട് സിങ്ക് ആവണം, 3,000 rupeesലോട്ട് സിങ്ക് ആവണം. അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ച് എനിക്ക് എന്ത് ട്രേഡ് എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. ഇപ്പം ആ ഒരു കണ്ടീഷനിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ഒരു 80,000 ഒക്കെ ആയി, ഒരു ഫോർ എക്സാമ്പിൾ 80,000 ആയി. അപ്പോൾ അവിടെ കണ്ടില്ലേ റിസ്ക് മാറി, റൈറ്റ്? അപ്പോൾ അവിടെ റിസ്കിൻ്റെ ഒരു സിറ്റുവേഷൻ മാറി, ചേഞ്ച് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, മാർക്കറ്റിൽ മാനേജ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരുന്ന ഡ്രോബാക്സ് നമുക്ക് മാനേജ് ചെയ്തിട്ട് ഇതിനെ ഹോൾഡ് ചെയ്ത് സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റിൽ കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ്, അല്ലെങ്കിൽ ഒരു അഗ്രസീവ്നെസ് കാരണം, അല്ലെങ്കിൽ ഗ്രീഡി കാരണം, അല്ലെങ്കിൽ റിവഞ്ച് കാരണം നമ്മൾ വീണ്ടും ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുമ്പോൾ ഡ്രോബാക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാൻ കാരണം. ഇനി നെക്സ്റ്റ് സിനാരിയോ ആണ്, അതായത് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്ത്, മണി മാനേജ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, മണി മാനേജ്മെൻറ്റ് ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതാണ് റിസ്ക് റിവാർഡ്. റിസ്ക് റിവാർഡിൻ്റെ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളുണ്ട്. ഇതിൽ റിസ്ക് റിവാർഡിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ എന്നെ പേഴ്സണലി ഞാൻ കീപ്പ് ചെയ്യുന്ന റിസ്ക് റിവാർഡ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾമോസ്റ്റ് റിസ്ക് റിവാർഡ് ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 70 points ഉണ്ടാവുക. ഇവർ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 70 points SL കീപ്പ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത്. ആൻഡ് ഞാൻ അതിൽ മാക്സിമം ഗ്രാബ് ചെയ്യാൻ നോക്കുന്നത് 1:2 ആയിരിക്കും. അതായത് 140 to 150 മാർക്കറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, മാർക്കറ്റിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ നോക്കും. ഇതാണ് എൻ്റെ റിസ്ക് റിവാർഡ്. അപ്പോൾ ഈ 70 pointsലോട്ടൊക്കെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അത്രയും അത് റിസ്ക് അല്ലേ? ഇപ്പോൾ കണ്ടിന്യൂസ് ലോസ് വന്നാൽ എങ്ങനെ സംഭവിക്കും? നമുക്ക് മാർക്കറ്റിൽ നമ്മൾ എന്നും ലോസ് എടുക്കുക എന്നുള്ളത് അവിടെ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടാണ്, അല്ലാണ്ട് നമുക്ക് കണ്ടിന്യൂസ് സ്ട്രൈക്കിൽ നമുക്ക് ലോസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എടുക്കുന്ന ദിവസം 70 points നമ്മളത് അക്സെപ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് റിസ്ക് റിവാർഡ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാൻ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് എന്ത് ചെയ്ത് 1:1 ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു 100 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്യുന്ന ഒരാൾക്ക് 100 പോയിൻറ്റ് റിസ്ക് എടുത്ത് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ 150 ക്യാപ്ചർ ചെയ്യുന്ന ഒരാൾക്ക് 150 ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ കണ്ടെടുത്തിൽ ഏറ്റവും മോസ്റ്റ് ഓഫ് ദി സക്സസ്ഫുള്ളും അതുപോലെ എക്സ്പീരിയൻസും ട്രേഡേഴ്സും മാക്സിമം ക്യാപ്ചർ ചെയ്യുന്നത് 1:1 ആണ്. ഓക്കെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എൻട്രി പൊസിഷനിൽ വളരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ആക്യുറേറ്റ് എൻട്രി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് എന്നുള്ളൊരു കണ്ടീഷൻ ഞാൻ മാക്സിമം ഞാൻ പീക്കിൽ മാനേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് 70 പോയിൻറ്റ് SL എന്ന് പറഞ്ഞാൽ ഇനഫാണ്. കാരണം മാർക്കറ്റിൻ്റെ ഒരു റോങ് എൻട്രി, ഏർലിയർ എൻട്രി അധികം എനിക്ക് ഇമ്പാക്റ്റ് വരാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് ഞാനിതിൽ മോർ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് വളരെ കംഫർട്ട് സോണാണിത്. പക്ഷേ റീറ്റെയിലേഴ്സ്, അതായത് പുതിയതായിട്ട് വരുന്ന ബിഗിനേഴ്സ് ഒരിക്കലും 70-ലോട്ടൊന്നും ചെയ്യരുത്. എൻ്റെ ഒരു സിമ്പിൾ ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് നിങ്ങൾ വരുന്നുണ്ട് ഉണ്ടെങ്കിൽ 70 പോയിൻറ്റ്സിലോട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഞാനത് ടെസ്റ്റ് ചെയ്തതാണ്. ഞാൻ 80 to 85 നിന്ന ആളായിരുന്നു. 70-ൻ്റെ അടിയിലോട്ട് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇന്ത്യൻ മാർക്കറ്റിൽ അത് വളരെ ഹാർഡാണ്. കാരണം വളരെ വോളറ്റാലിറ്റീസ് ആക്ച്വലി ഹാപ്പൻ ആവാൻ ചാൻസ് ഉള്ളൊരു മാർക്കറ്റും കൂടി ആയതുകൊണ്ട് എൻ്റെ ഫൈൻഡിങ്സ് ഞാൻ പറയുന്നത്. അപ്പോൾ 70 പോയിൻറ്റ്സ് എന്നെ സംബന്ധിച്ച് വളരെ കംഫർട്ടാണ്. 85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇനീഷ്യൽ സ്റ്റേജ്, അതായത് അറിയാലോ ബിഗിനേഴ്സിൻ്റെ ഒരു മാർക്കറ്റിനെ അവർ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ എൻട്രി റോങ് ആയി പോവും, എൻട്രിയിൽ പ്രോബ്ലംസ് വരും, എൻട്രി നേരത്തെ ആയി പോവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് നെഗറ്റീവ് അടിക്കാണ്ടിരിക്കാൻ 85 പോയിൻറ്റ്സിൻ്റെ ഒരു SL നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ആ ഒരു ദിവസം ഏർലിയർ എൻട്രി ആണെന്ന് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ഡേ ആ ഏർലിയർ എൻട്രി വരാണ്ടിരിക്കാനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ നോക്കുക. അല്ലാണ്ട് അതിനെ കീപ്പ് ചെയ്ത് 85 എനിക്ക് കംഫർട്ടാണ്, എനിക്ക് A+ സെറ്റപ്പ് ഒന്നും വേണ്ട, എനിക്ക് ഒരു ആവറേജ് സെറ്റപ്പ് മതി, 85 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെയല്ല. നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക എൻട്രി പൊസിഷൻ കാര്യങ്ങളൊക്കെ. അപ്പം അവിടെയാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യം, അതായത് റിസ്ക് റിവാർഡ് ഒരു ഗെയിം കളിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ 70 പോയിൻറ്റ്സ് ഞാൻ എൻ്റെ പേഴ്സണൽ ചോയ്സാണ് 70 പോയിൻറ്റ്സ് വെക്കുക എന്നുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ പോയാലും ഞാൻ പ്ലാൻ ചെയ്യുന്നത് മന്ത്ലി എനിക്കുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മന്ത്ലി പ്ലാൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ് ചെയ്ത് വെച്ച ലോസാണ്. അത് അടിക്കാം, ചിലപ്പോൾ അത് അടിക്കാണ്ടിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതൽ അടിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ 70 പോയിൻറ്റ്സ് SL എന്നുള്ളത് മന്ത്ലി ഞാനൊരു മാക്സിമം 5 ഡേയ്സ് ഞാനത് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ലോസ് ആയിട്ടാണ് ഞാനതിന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദാറ്റ്സ് റൂൾ നമ്പർ 1 ആണ്. ഓക്കെ. ആൻഡ് ബാക്കി 15 ദിവസം പ്രോഫിറ്റബിൾ ആവാനുള്ളൊരു പോസിബിലിറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു റിസ്ക് റിവാർഡ് പ്രോബിലിറ്റിന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ എനിക്കെന്താ വെച്ചാൽ നെറ്റ് ഞാൻ പ്രോഫിറ്റബിളാണ്. അപ്പോൾ ഇതിൽ ഫ്ലക്ച്വേഷൻ ആവാൻ ചിലപ്പം ഈ 5 ഡേയ്സ് ഉണ്ടാവില്ല, 2 ഡേയ്സ് ആയിരിക്കും ലോസ് ഉണ്ടാവുക, ചിലപ്പോൾ 7 ഡേയ്സ് ആയി പോവും. ഈവൻ ഞാൻ 8 ഡേയ്സ് അടിച്ചു കഴിഞ്ഞാലും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു അതേപോലെ റിസ്ക് റിവാർഡിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നതാണ്. അതൊരു ഓവർ ഹൈപ്പർ റിസ്ക് റിവാർഡൊന്നുമല്ല, ഒരിക്കലും 1:5 അല്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു റിസ്ക് റിവാർഡാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കംഫർട്ടബിലിറ്റി തോന്നുന്നത്, നമ്മൾ ഇമ്പ്രൂവ് ആയി തോന്നിക്കഴിഞ്ഞാൽ കംഫർട്ടബിലിറ്റി തോന്നുന്ന റിസ്ക് റിവാർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അത് മാർക്കറ്റിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തരും. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കൈൻഡ് ഓഫ് ചാനലിൽ മാർക്കറ്റ് വർക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ മാർക്കറ്റിലില്ല. അത് അൺറിയലിസ്റ്റിക് ആണ്. അത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും റീറ്റെയിലർ ആയിട്ടുള്ള ആൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്കങ്ങനെ ഒരു ഫീൽ വരും. ബട്ട് ഒരിക്കലും മാർക്കറ്റിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് മാർക്കറ്റിൽ നമ്മളെ ഒരു ഗ്രോത്തിന്, അതായത് നമ്മളൊരു മണി ഗ്രോത്തിന് പോസിബിൾ അല്ല. ഈസി മണി എന്നുള്ളൊരു കാര്യം മാർക്കറ്റിൽ അവൈലബിൾ അല്ല. നമുക്ക് പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ, റിസ്ക് റിവാർഡ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതിലൊരു പോയിൻ്റ് ഓഫ് വ്യൂ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ മേജറായിട്ട് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞതാണ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് റിസ്ക് റിവാർഡാണ്. അതിൽ കുറവും യൂസ് ചെയ്തിട്ട്, അതായത് 2% റിസ്ക് എടുത്ത് ചെയ്യുന്നവരുണ്ട്, 1% റിസ്ക് എടുത്ത് ചെയ്യുന്നവരുണ്ട്. ബട്ട് പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും 3% റിസ്ക്കിലാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ കംഫർട്ടിന് അനുസരിച്ചിട്ടാണ്, ഓരോരുത്തർക്ക് എത്ര മെൻ്റൽ കപ്പാസിറ്റി ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മളത് മാറ്റുന്നത്. ഒരിക്കലും 3% ഓവറായിട്ട് ഒരിക്കലും റിസ്ക് യൂസ് ചെയ്യരുത്. അത് റിസ്ക് റിവാർഡുമായിട്ട് സിങ്ക് ആവത്തില്ല, അതായത് മാച്ച് ആവത്തില്ല. അത് നമുക്ക് ലോസിലോട്ട് കൊണ്ടുപോകുള്ളൂ. ഓക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് മൈൻഡിൽ വെക്കുക. ആൻഡ് നെക്സ്റ്റ് സിനാരിയോ ആണ്. അപ്പം റിസ്ക് റിവാർഡിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞു. പിന്നെ മേജറായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതായത് എനിക്കൊരു വീക്കിലി ഒരു 5 ഡേയ്സിൽ മാർക്കറ്റ് 5 ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ആ 5 ഡേയ്സും 5 ഡേയ്സിലൊരു 3 ഡേയ്സിലൊരു സിമിലർ ബിഹേവിയർ ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കുക, ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കും. 2 ഡേയ്സിലൊരു സിമിലർ ബിഹേവിയർ കീപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ബിഹേവിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ടാർഗറ്റ് ഗ്രാബ് ചെയ്യാൻ നോക്കും. അതായത് മാർക്കറ്റിൽ സിംഗുലാരിറ്റി അല്ലെങ്കിൽ സിംഗിൾ ഡയറക്ഷൻ മൊമെൻ്റ് ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പം അഥവാ നമുക്ക് ലോ സ്ട്രീക്കുകൾ വരുമ്പോൾ നമ്മൾ അതിനെ ടാലി ചെയ്യുന്നത് എങ്ങനെയാണ്, ബാക്കിയുള്ള ദിവസം 1:2 അല്ലാണ്ട്, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയ മാത്രം 100% കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം മാർക്കറ്റിൽ ഹോൾഡ് ചെയ്ത് മാക്സിമം ഗ്രാബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വരുന്ന ലോസ് ഡേയ്സിനെ നമുക്ക് 0 ആയിട്ട് അന്ന് നോ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മന്ത്ലി ലോസ് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് എത്തും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നിൽ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു തന്നാണ് എന്തുകൊണ്ടാണ് റിസ്ക് റിവാർഡ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസിനെ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്, ലോസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു കഴിവ് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. അപ്പോൾ അത് ചെയ്ത് കിട്ടത്തുള്ളൂ, അല്ലാണ്ട് വേറൊരു പ്രോപ്പർ വേ നമുക്കില്ല മാർക്കറ്റിൽ. അപ്പം ലോസസിനെ കട്ട് ഓഫ് ചെയ്യുന്നതും ലോസിനെ മാനേജ് ചെയ്യുന്നതും ട്രേഡേഴ്സ് മാനേജ് ചെയ്യുന്നതിന് മേജർ രീതി തന്നെ അതാണ്. മാർക്കറ്റ് നമുക്ക് ഡയറക്ഷൻ നമ്മളെ അക്കോർഡിംഗ്ലി വരുന്ന ദിവസം അന്നത്തെ ദിവസം ഐഡൻറ്റിഫൈ ചെയ്ത് സിംഗിൾ ഡയറക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ദിവസമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാക്സിമം ഗ്രാബ് ചെയ്യുക. നമുക്ക് എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ 70 പോയിൻറ്റ്സ് SL എടുത്തിട്ട് മാർക്കറ്റ് നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്ത് പോവുക, നെക്സ്റ്റ് ഡേ നോക്കുക. ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഗ്രോത്ത് വരത്തുള്ളൂ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യമാണ് SL ഓവർ ട്രേഡിങ്. ഓക്കെ, അതായത് SL എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഞാൻ SL കുറിച്ച് ഞാൻ മാനേജ് ചെയ്യുന്ന SL കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു. ബട്ട് SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഒരു ട്രേഡർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒന്ന് സ്ട്രാറ്റജി പറയാൻ പറ്റില്ല. ആ സ്ട്രാറ്റജിയാണ് എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബാക്കിലാണ് എല്ലാവരും പോവുക. ഈവൻ ന്യൂ ബിഗിനേഴ്സ് ആയാലും എല്ലാവരും കേൾക്കുന്നത് നല്ല സ്ട്രാറ്റജി ഉണ്ടോ, നമുക്കൊരു ഒരു 90% ഒരു ആക്യുറസി വേണം, 95 വേണം, 85 വേണം. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് എല്ലാ റീറ്റെയിലേഴ്സ് അതേപോലെ തന്നെ പുതിയ ആൾക്കാരും പോവുക. അപ്പോൾ സ്ട്രാറ്റജി നമുക്ക് പെർഫെക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്. ആൻഡ് സൈക്കോളജി എല്ലാ ബിഗിനേഴ്സും ബ്രോക്കൺ ആവുന്നത് എവിടെയാണ്, സൈക്കോളജിയിലാണ്. മനസ്സിലായി? അതായത് ഒരു കണ്ടിന്യൂ ലോസ് ഡേയ്സ് വരിക, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഓവർ ട്രേഡ് ചെയ്യുക, മാർക്കറ്റിൽ അത് സംഭവിക്കും, ന്യൂസസിനെ കംപ്ലീറ്റ് ബ്ലൈൻഡ് ട്രസ്റ്റ് ചെയ്തിട്ട് അതിൽ ഓവർ ട്രേഡ് ചെയ്യുക. ഒക്കെ ഒന്ന് ന്യൂസ് ഇങ്ങനെ സെൽ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ചെയ്യുക. അവിടെയൊക്കെയാണ് സൈക്കോളജിക്ക് വളരെ ഇമ്പോർട്ടൻസ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് റോങ് വന്നു, നിങ്ങൾക്ക് കണ്ടിന്യൂ ലോ സ്ട്രീക്കാണ്, ഇതെല്ലാം മാർക്കറ്റിൽ നിന്ന് നമ്മളെ കൈവിട്ട്, അതായത് നമുക്ക് മെൻ്റലി ഒരു സ്റ്റേബിലിറ്റി കുറഞ്ഞു വന്നു, എല്ലാം നിൽക്കുന്ന സമയത്തും നമ്മളെ അറ്റ് ദി എൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരൊറ്റ സംഭവം എന്താണ്, ദാറ്റ്സ് സ്റ്റോപ്പ് ലോസ്. അപ്പം എവരി ട്രേഡ്, അത് എത്ര ആക്യുറസി ആയിക്കോട്ടെ, എത്ര കോൺഫിഡൻ്റ് ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, SL പ്ലേസ് ചെയ്യാണ്ട് ചെയ്യരുത്. പ്ലേസ് ചെയ്ത് ആഫ്റ്റർ ദ ട്രേഡ് SL പ്ലേസ് ചെയ്യുക, മാർക്കറ്റിൽ നോക്കുക. ആഫ്റ്റർ എവറി ട്രേഡ് SL പ്ലേസ് ചെയ്തതിനു ശേഷം അത് ട്രിഗർ, അതായത് പെൻഡിങ് ഓർഡറിലോട്ട് കയറിയിട്ടുണ്ടോ, അത് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടോ നോക്കുക. കാരണം മാർക്കറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം മാർക്കറ്റിലോട്ട് വരുന്നത് അറ്റ് ദി എൻഡ് പ്രോബബിലിറ്റിയിൽ റൈറ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ട്രേഡ് എടുക്കുക എന്നുള്ളൊരു കാര്യത്തിലോട്ട് നമ്മൾ അറ്റ് ദി എൻഡ് എത്തുക. അപ്പം എല്ലാ സിറ്റുവേഷൻ നമുക്ക് എഗെയിൻസ്റ്റ് ആയാലും, ഈവൻ മാർക്കറ്റ് വോളാറ്റിലിറ്റി നമുക്ക് വരും, നമ്മളെ മിസ്റ്റേക്ക് നമുക്ക് സംഭവിക്കും, അതായത് നമ്മൾ മാർക്കറ്റിനെ റീഡ് ചെയ്ത് മിസ്റ്റേക്ക് കൊണ്ട് വരാം, സ്പൈക്കുകൾ കാരണം വരാം. ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏകൊരു സംഭവം എന്ന് പറഞ്ഞാൽ SL ആണ്. അപ്പോൾ SL വെക്കാണ്ട് ഒരു ട്രേഡിന് നമ്മൾ മാനേജ് ചെയ്യരുത്. അതായത് മാനുവൽ SL ഒരിക്കലും, അതായത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല മാനുവൽ SL, ബിക്കോസ് എൻ്റെ മൈൻഡ് സെറ്റിന് അത് ഒരിക്കലും ഫിറ്റല്ല. ചിലർക്ക് അത് ഉണ്ടാവും മാനുവൽ SL കീപ്പ്, അതായത് ഒരു ട്രേഡ് എടുത്ത് ഇന്ന നമ്പറിൽ നെഗറ്റീവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസുള്ള ട്രേഡേഴ്സ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരിക്കലും ഞാനിപ്പോൾ എത്ര ഗ്രോ ആയി കഴിഞ്ഞാലും എനിക്കൊരിക്കലും പറ്റുന്നൊരു പരിപാടിയല്ല. അപ്പം ഏതൊരു ബിഗിനർ ആയിക്കോട്ടെ, ഏതൊരാളായിക്കോട്ടെ, ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ അറ്റ് ദി എൻഡ് നമ്മളെ എല്ലാ സിറ്റുവേഷൻ നമുക്ക് എന്താ പറയുക, പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് ലോ സ്ട്രീക്ക് വരുമ്പോഴും നമ്മളവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം, നമ്മളെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളത് മാനേജ് ചെയ്ത് വാഷ് ഔട്ട് ആവാണ്ട്, ഡ്രോ ബാക്ക് ആവാണ്ട് നമ്മളത് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് SL ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് SL വെക്കുക എന്നുള്ളത്. അപ്പോൾ എവരി ആഫ്റ്റർ ട്രേഡ് യു ഹാവ് ടു കീപ്പ് SL. അപ്പോൾ ഈ SL പ്ലേസ് ചെയ്യാണ്ട് ഒരിക്കലും ഒരു ട്രേഡിന് മുന്നോട്ട് കൊണ്ടുപോകരുത്. അപ്പോൾ SL വെക്കും എന്ത് ചെയ്യുക, ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള SL വെക്കാൻ നോക്കുക, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. വി ആർ നോട്ട് ട്രെയിനിങ് ഓൺ ഇക്വിറ്റി. ഓക്കെ,
നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരുപാട് റിസ്കുകളുണ്ട്. അതായത് മാർക്കറ്റിൽ അന്നൊരു എക്സ്പയറി ഡേ ആണെങ്കിൽ, വീക്കിലി എക്സ്പയറി ആണെങ്കിൽ അന്ന് നമുക്കൊരു DK മെൽറ്റിംഗ് ഓപ്ഷൻ പ്രീമിയം മെൽറ്റിംഗ് നമുക്കൊരു പ്രോബ്ലമാണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മളൊരു വെറും 20, 30, 50 പോയിൻറ്റ്സ് SL കൊണ്ട് വന്നിട്ട് നമുക്കൊരു ബെനിഫിറ്റും മാർക്കറ്റിൽ കിട്ടാനില്ല, റൈറ്റ്? അപ്പോൾ അവിടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഒരു പ്രിഫേർഡ് SL വെക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമൊക്കെ ഓൾമോസ്റ്റ് 18, 85 ഒക്കെ വെച്ചിരുന്ന ആളാണ്. അപ്പം ഞാൻ അറ്റ് ദി എൻഡ് 70-ലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയാൻ കാരണം, എന്നെ സംബന്ധിച്ച് എനിക്കൊരു എൻട്രി കാര്യത്തിൽ ഞാൻ വളരെ പെർഫെക്റ്റായിട്ട് അക്യുറേറ്റീവ്ലി ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള SL വെക്കാൻ നോക്കുക, നോട്ട് ഇൻ പ്രഷർ ആയിട്ടുള്ള SL വെക്കരുത്. കാരണം നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. അതായത് ഞാൻ ചെയ്യുന്നത് ഇന്ന മാർക്കറ്റിലാണ്, ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലാണ് ചെയ്യുന്നത്, ഞാൻ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നത്, ഞാൻ നിഫ്റ്റിയാണ് ചെയ്യുന്നത്, ബാങ്ക് നിഫ്റ്റിയാണ് ചെയ്യുന്നത്, സെൻസെക്സ് ആണ് ചെയ്യുന്നത്. ഇത് 3 ക്യാരക്ടറാണുള്ളത് മാർക്കറ്റിൽ. പ്രീമിയം മെൽറ്റിംഗ് സ്റ്റേജ് വന്ന്, അതായത് ഇന്ത്യ വിക്സിൻ്റെ ഒരു വാല്യൂ ഡ്രോപ്പ് ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് പ്രീമിയത്തിൽ പ്രോബ്ലം വരും. നമ്മൾ ട്രേഡ് എടുത്ത് മാർക്കറ്റ് മേലോട്ട് കയറി നമുക്കൊരു പ്രോഫിറ്റ് കയറാണ്ട് നമ്മൾ ട്രേഡ് എടുത്ത് ഈ സോണിൻ്റെ മുന്നേ നമുക്ക് SL ഇടുന്ന കണ്ടീഷൻ വരും. അപ്പോൾ ഇതിനൊക്കെ മാനേജ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം SL എന്നുള്ളൊരു പോയിൻ്റ്, അതൊരു പ്രിഫേർഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കംഫർട്ടബിലിറ്റി ആൻഡ് റിസ്ക് റിവാർഡിന് മാച്ച് ആവുന്ന രീതിയിലുള്ള SL പ്ലേസ് ചെയ്യാൻ നോക്കുക. അതിനി ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഓക്കെ ആവും. ഓക്കെ, ഒരിക്കലും SL വെക്കേണ്ട മാർക്കറ്റിൽ ട്രേഡ് എടുക്കരുത്. അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യമാണ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ എല്ലാ സൈക്കോളജീസ്, നമ്മളെ പോയിൻ്റ് ഓഫ് വ്യൂ, നമ്മളെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആകുമ്പോൾ ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ SL ആണ്. അപ്പോൾ എങ്ങനെ SL വെക്കണം, എത്ര വെക്കണം എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉണ്ടാകും. അതായത് എന്താ പറയുക, മറ്റേ സ്കാൾപ്പേഴ്സ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ സീരിയസ് അല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ടിക് അതായത് ഒരു സംതിങ് ചെറിയ ടൈമിൽ അവർ മാർക്കറ്റിൽ കാര്യങ്ങൾ ചെയ്തിറങ്ങുന്ന ആൾക്കാരുണ്ട്. അവർക്ക് SL ഇനഫാണ്. പ്ലസ് എ ഡേ ട്രേഡർ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി, അൺഎക്സ്പെക്റ്റഡ് സ്പൈക്ക്, ഫെയിലിയർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിന് കംഫർട്ടായിട്ടുള്ള SL കീപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ 3 പില്ലേഴ്സാണ് നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിൽ പറഞ്ഞത്. ഈ 3 പില്ലേഴ്സ് മാർക്കറ്റിലുണ്ടെങ്കിലേ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിൻ ആവാൻ പറ്റത്തുള്ളൂ. നോട്ട് അറ്റ് ഓൾ അതിൻ്റെ സ്ട്രാറ്റജി, ഈവൻ എത്ര പെർസെൻറ്റേജ് വരുന്ന സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിലും, സൈക്കോളജി നമുക്ക് പെർഫെക്റ്റ് ആയാലും, സൈക്കോളജി പെർഫെക്റ്റ് ആയ ഒരു സൈഡിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും, ഈ 3 പില്ലേഴ്സ് നമ്മൾ മാർക്കറ്റിൽ മാനേജ് ചെയ്യണം, നമുക്ക് മാർക്കറ്റിൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇന്നതാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് ഇന്നത്തെ ഒരു വീഡിയോനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. സോ അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീക്ക് കാണാം. സോ ബൈ ബൈ.